ഹായ്. അപ്പോൾ ഞാൻ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ആദ്യം ഒരു വോയിസ് കേൾക്കാം. ഈ വീഡിയോ ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. എൻ്റെ ഒരു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സയൻസിന് എപ്പോഴും നാളെയുണ്ട്, വിശ്വാസത്തിന് നാളെയില്ല. 2000 കൊല്ലം മുമ്പോ 3000 കൊല്ലം മുമ്പോ നിങ്ങളെ എന്ത് പഠിപ്പിച്ചോ എന്ത് പറഞ്ഞോ അതിൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പൊ ശാസ്ത്രം മാറ്റി പറയുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കൂടുതൽ വിശ്വസനീയമായ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ടാണ് ശാസ്ത്രം ദിവസവും മാറുന്നത്. ശാസ്ത്രത്തെ വിശ്വാസത്തെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. സന്തോഷ് ഈ ആത്മീയ യാത്രയെ പറ്റിയും പല കാര്യങ്ങളെ പറ്റി സംസാരിച്ചൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു ഭാഗമാണിത്. ഞാനും ആലോചിച്ചു, അദ്ദേഹം പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. 3000, 4000 അല്ലെങ്കിൽ 1500 വർഷം 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ സംഭവിച്ച കാര്യങ്ങളുമായി ആസ്പദമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ശാസ്ത്രം മുമ്പിലേക്ക് പോകുന്നു. അന്ന് ശാസ്ത്രവും ഈ പറയുന്ന ആത്മീയതയിലുണ്ടായിരുന്നില്ല, രണ്ടും ഒന്നായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനാണ്, ഇതെല്ലാം ദൈവവാക്യമാണ്, അതുകൊണ്ട് ഒരിക്കലും മാറാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത അതിൽ നമ്മൾ പെട്ടുപോയി എന്നുള്ളതാണ്. നിങ്ങളും അതിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ളൊരു എസ്കേപ്പാണ് നിങ്ങൾക്ക് ആത്മീയതയെങ്കിൽ നോക്കൂ, അതൊരു പരിഹാരമല്ല. ആ പരിഹാരം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റില്ല. അന്ധമായി ഓൾറെഡി എഴുതപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിച്ച് അതിൽ കടിച്ചു തൂങ്ങി കടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അത് സത്യമാണ്. നിങ്ങൾ എത്ര വലിയ സാധകനായാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? നമുക്ക് രക്ഷപ്പെടാൻ ഇമ്പോർട്ടൻ്റായി വേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ പ്രാഗ്മാറ്റിക്കായിരിക്കുക എന്ന് പറയും. അതായത് ഏതൊരു സാധനയും നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് വർക്കാവുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ഈ ശാസ്ത്രീയമായി തന്നെ ആത്മീയതയെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പറയും. ഒരു സാധനം, ഒരു പ്രാക്ടീസ്, ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്, ഇപ്പോൾ ആത്മവിചാരമാവട്ടെ, മൈൻഡ്ഫുൾനെസ് ധ്യാനമാവട്ടെ, എന്ത് ധ്യാനം എടുത്താലും അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് വർക്കാവുന്നുണ്ടോ നോക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടോ നോക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളത് ചേഞ്ച് ചെയ്ത് വേറൊരു ബെറ്റർ പ്രാക്ടീസിലേക്ക് പോകണം, അല്ലെങ്കിൽ ബെറ്ററായിട്ട് അത് മാറ്റാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം. ഓഷോ പറഞ്ഞ ഡൈനാമിക് ധ്യാനവും രമണ മഹർഷി പറഞ്ഞ ആത്മവിചാരവും അല്ലെങ്കിൽ ഈ മറ്റാരെങ്കിലും പറഞ്ഞ മറ്റൊരു മഹത്തായ ധ്യാനവും ഇപ്പം ബാബാജി പറഞ്ഞ ക്രിയായോഗയും നോക്കൂ, ഇതെല്ലാം അവരവരുടെ അനുഭവത്തിൽ നിന്ന്, അവരവർക്ക് കിട്ടിയ ഒരു സ്വന്തമായിട്ടുണ്ടായ അനുഭവത്തിൽ നിന്ന് സെൽഫായി ഡിറൈവ് ചെയ്ത് വന്ന കാര്യങ്ങളാണ്. സോ ഡെഫിനറ്റായിട്ടും നമുക്കും സ്വന്തമായ ഒരു ധ്യാനം ഡിറൈവ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണ്? നമുക്ക് വർക്കാവുന്നത് എന്ത്? നമ്മുടെ മനസ്സിൻ്റെ റഷ് കുറയ്ക്കുന്നത് എന്ത്? ആത്മീയത എന്ന് പറയുന്നത് എല്ലാം അന്ധമായി വിശ്വസിച്ച് ഓടി നടക്കലല്ല. നിങ്ങൾ ഗുരുവിൽ വിശ്വസിക്കുന്നതിനെ പറ്റി ഞാൻ പറയും. നിങ്ങൾ ഗുരുവിൽ എന്തുകൊണ്ട് അന്ധമായി വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കുന്നു? ഇപ്പം ഞാൻ എൻ്റെ ഗുരുവിൽ, അതായത് ഇപ്പോൾ ഞാൻ രമണ മഹർഷി ഉദാഹരണം, എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ ഞാൻ പൂർണ്ണമായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അദ്ദേഹം എനിക്ക് അതിനുള്ളൊരു റിസൾട്ട് തന്നതുകൊണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാവാൻ സാധിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സെൽഫായിട്ടുള്ള ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ. ആ എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ജെന്യുനായിട്ട് പറയാനും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിശ്വാസം ഉൾക്കൊള്ളാനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടാക്കി തരും. നിങ്ങൾക്കതുണ്ടോ? നിങ്ങൾക്കതുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്കത് വർക്കാവുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ക്വയറ്റാവുന്നുണ്ടോ? നമ്മൾ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഈ സിറ്റുവേഷനുകളും സാഹചര്യങ്ങളും ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സ്ഥായിയായി ഒന്നുമില്ല, ചേഞ്ചാണ് എപ്പോഴും കോൺസ്റ്റൻ്റായുള്ളത്. നാളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലാന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ എൻ്റെ വീഡിയോയും കാണേണ്ടതില്ല. എന്തായാലും ഒരു കാലത്ത് നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം തീരെ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന കാലത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളെ പൂർണ്ണമായി തള്ളിക്കളയല്ല വേണ്ടത്. നമ്മൾ ആ ആളിൽ വിശ്വസിച്ച കാലത്ത് നമുക്ക് യൂസ് ഉണ്ടായ കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സ്വയം അറിയുക. നമുക്കിവിടെ ഞാനോ നിങ്ങളോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഉള്ളത് ശുദ്ധമായ ബോധാവസ്ഥയാണ്. അതിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് സ്യൂട്ടബിളായ വഴി കണ്ടെത്തുക. ആ വഴി കോൺസ്റ്റൻ്റായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും എത്തേണ്ടിടത്തെത്തും. നിങ്ങളൊരു ഗുരുവിൽ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ അർപ്പിച്ച് ഇപ്പോൾ സറണ്ടർ എന്ന് പറയുന്ന പാത്ത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സറണ്ടർ പൂർണ്ണമാണോ എന്ന് നോക്കുക.
അതോ നിങ്ങളുടെ സറണ്ടർ ആരെങ്കിലും പറഞ്ഞൊരു കഥയുടെ പേരിലാണോ ഉള്ളത്? ആ കഥയുടെ പേരിലുണ്ടായപ്പോഴും നിങ്ങളുടെ സറണ്ടർ പൂർണ്ണമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യം ഒരു ഹാഫ് സറണ്ടർ വേണം, പിന്നീട് അത് പൂർണ്ണമായ സറണ്ടറായിട്ട് മാറും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ അത് നമ്മൾ സ്ഥിരമായി കൺസിസ്റ്റൻ്റായി ചെയ്താൽ മാത്രം. അപ്പോൾ എല്ലാം പരീക്ഷിച്ച് നോക്കുക. ഒരു ദൈവത്തിൽ അർപ്പിച്ച് വിശ്വസിക്കുക. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു വാലിഡിറ്റി ഇല്ല എന്ന് പറയും. അങ്ങനെ നിങ്ങൾ വാലിഡിറ്റി ഇല്ലാത്തൊരു സാധനം ഏറ്റെടുക്കാൻ തയ്യാറാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അത് പരീക്ഷിച്ച് നോക്കണം. എൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് എനിക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ നമ്മളെല്ലാത്തിനെയും ഒരു ശാസ്ത്രീയമായ മനോഭാവത്തോടുകൂടി അപ്രോച്ച് ചെയ്യാമെന്നാണ് ഞാൻ പറയും. ഏതൊരു പ്രാക്ടീസിനെയും ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം മുമ്പ് എഴുതപ്പെട്ട കാര്യങ്ങളൊന്നും കടിച്ചു പോയി കിടക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തും ഇല്ല. നിങ്ങൾക്ക് എന്ത് വർക്കാവുന്നു, നിങ്ങളെ സ്വസ്ഥാവസ്ഥയിലേക്ക്, സമാധാനമുള്ളൊരു മനോനിലവാരത്തിലേക്ക്, നിങ്ങളുടെ ആന്തരികമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നോക്കുക. അതാണ് നിങ്ങൾക്ക് വേണ്ട കാര്യം. നിങ്ങൾ ഈ ആരും പറയുന്ന കാര്യങ്ങളിൽ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച ബുക്കുകളിലോ മഹാജ്ഞാനികൾ പറഞ്ഞതിലോ കിട്ടുന്നില്ലേ? സാരമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വഴി കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ ആരുടെയും ഡിപ്പെൻഡൻ്റ് ആയിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവനവൻ്റെ വഴി സ്വയം കണ്ടെത്താൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ധ്യാനം തന്നെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് വർക്കാവുന്ന എപ്പോഴും എന്തിനാണ് നിങ്ങളുടെ ഗോളെന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ എന്തിനാണത് പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കുക. നിങ്ങൾ സ്വയം അറിയാൻ വേണ്ടിയാണോ അതോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് നോക്കുക. ഈ ശാസ്ത്രീയമായി സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് സംഭവിക്കുന്ന റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വി ഹാവ് ടു ഗോ ബിയോണ്ട് ദാറ്റ്. അത് മറക്കാതിരിക്കുക. ഐ തിങ്ക് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറയുന്ന കാര്യം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ആത്മീയ പാതയിലേക്ക് വരുമ്പോൾ ആദ്യം എല്ലാവരും വളരെ ജെനുവിനായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു വളരെ വിഷമ ഘട്ടത്തിൽ നിന്നായിരിക്കും ബന്ധപ്പെടുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ സ്റ്റേബിലൈസ് ആവുന്ന അനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾ മാറിപ്പോകും. നമ്മൾ എന്തിനാണ് വന്നതെന്ന് തന്നെ നമ്മൾ മറന്നു പോകും. നമ്മളങ്ങനെ മറന്നു പോകാൻ പാടില്ല. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കുകയെന്ന് ഞാൻ പറയും. നിങ്ങൾക്കതിന് ഏത് പ്രാക്ടീസും എടുക്കാം. നിങ്ങൾക്ക് ഏത് വർക്കാവുന്നുണ്ടോ അത് അപ്ലൈ ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് യുവർ ട്രൂത്ത്. നിങ്ങൾ നിങ്ങളുടെ ട്രൂത്ത് കണ്ടെത്തും. ആരുടെയും സഹായമില്ലാതെ, ഒരു പുരാണങ്ങളുടെയോ ഗ്രന്ഥങ്ങളുടെയോ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഓൺ യുവർ സെൽഫ്. താങ്ക് യു.